ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ മതി ഇത് ഹോണ്ട സിറ്റി ആണ് വണ്ടി. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഗിയർ ഇടുമ്പോൾ ഗിയറിന് ഉടക്ക, അതായത് ക്ലച്ച് കിട്ടാത്ത ഒരു അവസ്ഥ. ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഗിയർ ഉടക്കി ഉടക്കി വീഴുന്ന, എല്ലാ ഗിയറും ഉടക്കി ഉടക്കി വീഴുന്ന ഒരു അവസ്ഥ. നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ഉടക്കി വീഴുന്നത്. നമ്മൾ ഓട്ടത്തിൽ വേറെ എഞ്ചിൻ റേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് എല്ലാ ഗിയറും ഉടക്കിയാണ് നിൽക്കുന്നത്. വേറെ ഇതിന്റെ ക്ലച്ച് സിലിണ്ടറിന് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ക്ലച്ച് മാസ്റ്റർ സിലിണ്ടറിന് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്ലൂയിഡ് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഗിയർ ഉടക്കിയാണ് വീഴുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഓൾറെഡി ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ കംപ്ലൈന്റ് എന്ന് നമുക്ക് നോക്കാം. നമ്മളിതിന്റെ ഇത് മാറിയ ക്ലച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കംപ്ലൈന്റ് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ പ്രഷർ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ക്ലച്ച് ഡിസ്കും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ കാര്യമായിട്ട് നോക്കുമ്പോൾ വേറെ തേയ്മാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എഞ്ചിൻ റേസ്, പക്ഷെ വണ്ടിക്ക് എഞ്ചിൻ റേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇതിന് വേറെ തേയ്മാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുപോലെ തന്നെ ക്ലച്ച്, നമ്മൾ ഗിയർ ബോക്സിൽ ഫിറ്റ് ചെയ്യുന്ന ക്ലച്ച് സ്ലേവ് സിലിണ്ടർ, അതുപോലെ തന്നെ മാസ്റ്റർ സിലിണ്ടറിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഈ ഗിയർ ഉടക്കാനുള്ള മെയിൻ കാരണം, ഈ റെയർ കേസിൽ, അതായത് ചില വണ്ടികൾക്ക് നമ്മുടെ ഈ പ്രഷർ പ്ലേ, ഈ ക്ലച്ച് ഡിസ്കിന്റെ ഈ പ്ലേറ്റിന് പ്ലേ ഉണ്ടെങ്കിൽ, അതായത് ഈ പ്ലേറ്റ്, ഈ കാണുന്ന പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വന്ന് മുട്ടി നമ്മൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മിനുസമായിട്ട് കാണാനായിട്ട് സാധിക്കും. മീൻസ് ഈ പ്ലേറ്റ്, അതായത് ഈ കാണുന്ന പ്ലേറ്റ്, അതായത് ഇതിന്റെ സെന്ററിൽ കാണുന്ന ഈ ഒരു പ്ലേറ്റ് ഈ ഭാഗത്ത് ഉരഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് കറക്റ്റ് ആയിട്ട് എൻഗേജ് ആവാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ നമ്മൾ ക്ലച്ച് ഔട്ടുമ്പോഴും കറക്റ്റ് ആയിട്ട് ക്ലച്ച് ഓഫ് ചെയ്ത് കൊടുക്കാതെ വരുമ്പോൾ ഗിയർ ഇടുന്ന സമയത്ത് കറക്റ്റ് ക്ലച്ച് ഓഫ് ആവാണ്ട് ഗിയറിന് ടൈറ്റ് വരും. പക്ഷെ ആ വണ്ടികൾക്ക് നമുക്ക് ക്ലച്ച് റേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ക്ലച്ച് ഗിയർ എല്ലാ ഗിയറിലും ടൈറ്റ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ റിലീസ് ബെയറിംഗ് പൊട്ടിക്കിടന്നാൽ അങ്ങനെ വരാം. ഇതിനെ സംബന്ധിച്ച് റിലീസ് ബെയറിംഗ് പൊട്ടിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. റിലീസ് ബെയറിംഗ് നമ്മൾ കൂടെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് സ്ലേവ് സിലിണ്ടർ, അതായത് ഈ കാണുന്ന സിലിണ്ടർ, ഇതാണ് ഇതിന്റെ സ്ലേവ് സിലിണ്ടർ വരുന്നത്. ഈ സ്ലേവ് സിലിണ്ടറിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും വരാം. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ക്ലച്ച് മാസ്റ്റർ സിലിണ്ടർ ഉണ്ട്, ഇതിനുള്ളിലായിട്ടാണ്. ആ മാസ്റ്റർ സിലിണ്ടർ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇതേപോലെ കംപ്ലൈന്റ് കാണിക്കാം. പക്ഷെ ഇതിനൊന്നും കംപ്ലൈന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മിനുസം പോലെ ഒരു ടച്ച് അയക്കുന്ന പാട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു പ്ലേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ വരുന്ന സമയത്ത് ഇതിൽ കയറി മുട്ടുന്ന സമയത്ത് ക്ലച്ച് കറക്റ്റ് ആയിട്ട് എൻഗേജ് ആവാത്ത ഒരു അവസ്ഥ വരും. അങ്ങനെയാണ് ഇതിന്റെ ഗിയർ ടൈറ്റ് വരുന്നത്. അപ്പൊ ഇത് ക്ലച്ചിന് പല കംപ്ലൈന്റുകൾ വരാം. ക്ലച്ച് നമ്മൾ എഞ്ചിൻ റേസ് ആവുന്ന ഒരു കംപ്ലൈന്റ് വരാം. അതുപോലെ തന്നെ ഗിയർ വീഴാത്ത കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വരാം. അതുപോലെ തന്നെ ഈ സ്പ്രിങ്ങുകളൊക്കെ പൊട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള ഇതിന്റെ ഈ ഒരു പ്ലേറ്റിന്റെ പ്രശ്നം കൊണ്ടാണ്. ഈ ഒരു മിനുസം ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രഷർ പ്ലേറ്റിൽ ഈ ഒരു മൂവ്മെന്റ്, ക്ലച്ച് ഡിസ്കിന് കിട്ടിയിട്ട് ഈ പ്രഷർ പ്ലേറ്റിൽ മുട്ടിയിട്ട് ഇവിടെ ഉരഞ്ഞ പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഗിയർ ടൈറ്റ് വരാനുള്ള ഈ വണ്ടിക്ക് കാരണം. അപ്പോൾ നമ്മൾ ഹോണ്ട സിറ്റിയുടെ ഗിയർ ടൈറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. എല്ലാ ഗിയറും ടൈറ്റ്, റിവേഴ്സ് ഉൾപ്പെടെ എല്ലാ ഗിയറും ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ക്ലച്ച്, പക്ഷെ എന്നാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ക്ലച്ചിന് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഗിയർ ടൈറ്റ് അനുഭവപ്പെടും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ക്ലച്ച് ഡിസ്കിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, അത് ആ ഒരു പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് കൂടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രഷർ പ്ലേറ്റിൽ മുട്ടിയിട്ട് ക്ലച്ച് എൻഗേജ് ആകാത്ത ഒരു അവസ്ഥ വരും. അത് റെയർ കേസിലൊക്കെയാണ് കൂടുതലായിട്ടും സംഭവിക്കുന്നത്. അപ്പോൾ ഹോണ്ട സിറ്റിയുടെ പക്ഷെ ഗിയർ ടൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.